എല്ലാവർക്കും ഉപാസന മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മളിവിടെ ഇന്ന് കേതുവിൻ്റെ ഗ്രഹത്തിൻ്റെ സംഖ്യായന്ത്രവും അതിൻ്റെ മന്ത്രവുമാണ് ഇന്നിവിടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കി കഴിഞ്ഞ എപ്പിസോഡുകളിൽ എല്ലാ ഗ്രഹങ്ങളുടെയും പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ള സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയാൽ അതിന് വിശദീകരണം തരുന്നതായിരിക്കും. ഇന്ന് നമ്മൾ ഇവിടെ കേതുവിൻ്റെ യന്ത്രം എങ്ങനെയാണ് തയ്യാറാക്കുന്നുള്ളതിൻ്റെ ഒരു സാമ്പിളാണ് ഞാൻ കാണിക്കുന്നത്. ഇത് സൂര്യൻ്റെ സംഖ്യായന്ത്രത്തിൻ്റെയാണ്. നമുക്ക് കേതുവിന് ഇതുമാതിരി എല്ലാ യന്ത്രങ്ങളും ഇതുപോലെ 9 കോളംസാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അത് നമുക്ക് എവിടെ സൂക്ഷിക്കണോ അതിൻ്റേതനുസരിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ സൈസും കാര്യങ്ങളും ഒക്കെ നിശ്ചയിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഇന്ന് കേതുവിൻ്റെ സംഖ്യ എന്ന് പറയുമ്പോൾ 39 അപ്പോൾ 39 നമ്മൾ ഈ 9 കോളത്തിൽ ആ 39 എങ്ങനെ കൂട്ടിയാലും 39 വരണം സംഖ്യ ടോട്ടൽ. അപ്പം 39 സംഖ്യ. പിന്നെ ഇതിൻ്റെ ഉരു ജപിക്കേണ്ടത് 17,000 ഉരുവാണ് നമ്മൾ ജപിക്കേണ്ടത്. പിന്നെ കേതു ഗ്രഹനിലയിൽ ഓജരാശികളിലാണ് നിൽക്കുന്നതെങ്കിൽ ഗണപതി യന്ത്രങ്ങളും, യുഗ്മരാശികളിലാണെങ്കിൽ ദേവി യന്ത്രങ്ങളും ധരിക്കാം, അങ്ങനെയും ധരിക്കാം. പക്ഷേ കേതുവിന് പൊതുവെ കേതുവിൻ്റെ സംഖ്യായന്ത്രം 39 നമ്മൾ ഉപദേശിച്ചിരിക്കുന്നത്. ആചാര്യന്മാർ 17,000 ഉരു. അപ്പോൾ അതിൻ്റെ മന്ത്രം ഇതാണ്: ഓം കേം കേതവീ നമഃ, ഓം ഗം ഗണപതിയേ നമഃ, ഓം കേം കേതവീ നമഃ, ഓം ഗം ഗണപതിയേ നമഃ, ഓം കേം കേതവീ നമഃ, ഓം ഗം ഗണപതിയേ നമഃ. കേതുവായിട്ട് ഗണപതിക്കും ബന്ധമുള്ളതുകൊണ്ടാണ് നമ്മൾ കേതുവിൻ്റെ മന്ത്രവും ഗണപതി മന്ത്രവും ഇവിടെ ഉപദേശിച്ചത്. അപ്പോൾ അതെല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. 9 ഗ്രഹങ്ങളുടെയും ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഹരിയും ഹരിയും ഹരിയും.